നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, ഈയിടെ നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രയോഗം തന്നെ ഉണ്ടായി. കുമ്മനം രാജശേഖരനെ കളിയാക്കിക്കൊണ്ടൊരു വാക്ക് മലയാള ഭാഷയിലേക്ക് വരികയും ചെയ്തു. സത്യത്തിൽ അത് മലയാള ഭാഷ വന്നു എനിക്കറിയില്ല, CPM-കാർ പറഞ്ഞുണ്ടാക്കി. അതിന് കാരണം മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയും വന്ന ചടങ്ങിലേക്ക് സംസ്ഥാന പ്രസിഡന്റായി കുമ്മനം രാജശേഖരൻ എത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായി ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു BJP-യുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിലും BJP-യുടെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായി അന്ന് സംസ്ഥാന പ്രസിഡന്റാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടി പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായ രീതിയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം കണ്ണൂരിൽ രാകേഷ് പങ്കെടുത്തൊരു ചടങ്ങുണ്ടായി. പക്ഷെ രാകേഷിന് പങ്കെടുക്കാം അങ്ങനത്തെ ചടങ്ങുകളിൽ. അതുപോലെ എന്നാൽ കുമ്മനം രാജശേഖരൻ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന രീതിയിൽ കുമ്മനം രാജശേഖരന് കേരളത്തിലെ ഏറ്റവും നല്ല സത്യസന്ധനായ ധാർമ്മിക ബോധമുള്ള സന്യാസ സ്വഭാവമുള്ള യഥാർത്ഥ സന്യാസികളെക്കാൾ സന്യാസ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരൻ. ഒരു തരത്തിലുള്ള അഴിമതിയോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആർക്കും ആരോപിക്കാനില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു CPM എടുത്തിരുന്ന ഒരു രീതിയാണ് BJP-യുടെ നേതാക്കന്മാർക്ക് വിവരമില്ല, ബോധമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ട്രോളുക, അവരെ വളരെ മോശമായി ചിത്രീകരിക്കുക, ചാണകം എന്ന് വിളിക്കുക, ട്രോളുക എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അത്തരം ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ബോധമുള്ള നീ എങ്ങനെയാണ് സംഘിയായെന്ന് പലരും ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ VD സതീശൻ തങ്ങളെയും കൊണ്ട് ഗവർണറുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. MLA-മാർക്ക് നൽകിയ കോൺഗ്രസിൻ്റെ MLA-മാരെ വിളിച്ച് നടത്തിയ ചടങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇനിയും കോൺഗ്രസിൻ്റെ അല്ല, സർക്കാരിൻ്റെ ഭാഗമായി UDF-ൻ്റെ MLA-മാരെ വിളിച്ച് നടത്തുന്ന ചടങ്ങിലേക്ക് ഒരു മത നേതാവിന് പോകേണ്ട, ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മത നേതാവാണല്ലോ അദ്ദേഹം. മന്ത്രിമാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ചടങ്ങ്, അവിടേക്ക് അദ്ദേഹം പോകേണ്ട കാര്യവുമില്ല. പക്ഷെ അത് തങ്ങളടി എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ശ്രീല, ശരിക്കും ഇതിൽ CPM-കാർ അന്ന് 2017 നമ്മുടെ മെട്രോ കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് വരുന്നു, മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പം ഉണ്ടാകാതിരിക്കും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഉമ്മൻചാണ്ടി അടക്കം ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ സോണിയാഗാന്ധി വന്നാൽ ഇതേ KPCC-യുടെ നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഇവരൊക്കെ ബഹിഷ്കരിക്കുമോ? അതോ അത് കോൺഗ്രസിന്റെ പരിപാടിയാണ്, രാഹുൽ ഗാന്ധിയുടെ പരിപാടിയാണ്, അല്ലെങ്കിൽ പ്രിയങ്കയുടെ പരിപാടിയാണ്, അല്ലെങ്കിൽ ഖാർഗെയുടെ പരിപാടിയാണ്, KPCC അധ്യക്ഷൻ പോകണ്ട, മുഖ്യമന്ത്രി പോകണ്ട എന്ന് തീരുമാനിക്കും? ഇല്ല. സ്വാഭാവികമാണ്. രാജ്യത്തെ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുമ്പോൾ അവിടുത്തെ BJP അധ്യക്ഷൻ ചെല്ലാത്തത്? സംഘടനാപരമായിട്ട് അദ്ദേഹം നേടേണ്ടി വരും. വന്നില്ലായിരുന്നെങ്കിൽ ഇവർക്ക് പറയായിരുന്നു മോദി പങ്കെടുത്ത ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ എത്തിയില്ല. ഇവര് അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നൊക്കെ ഉള്ളതാണ്. പ്രധാനമന്ത്രി ടിക്കറ്റ് എടുത്തിട്ടാണോ യാത്ര ചെയ്തത്, അല്ലെങ്കിൽ എന്നിട്ട് ഈ ബുദ്ധിമാന്മാരായ ചില നമ്മൾ പറഞ്ഞ അർബൻ നെക്സൽസ് എന്ന് പറയും, ഈ അർബൻ നെക്സൽസ് CPM-ലെ വിഭാഗം അവർ ചെയ്തത് അർബൻ ഡിക്ഷണറി എന്നൊരു സാധനമുണ്ട്. അതായത് ഈ സാധാരണ പറയും, അവർ അതിലേക്ക് ഈ വാക്ക് കയറ്റി എ പേഴ്സൺ ഹു ഈസ് traveling without a ticket or a person who is attending a party or a function without a proper invitation, കുമ്മനടി എന്നവർ ചേർത്തു. അന്ന് മുതൽ ആ ഡിക്ഷണറിയിൽ, ഈ അർബൻ ഡിക്ഷണറിയിൽ അതുണ്ട്. പക്ഷേ ഈ 2026 അത് വില പോയില്ല. 2026 ഈ കുമ്മനടിക്കൊപ്പം തങ്ങളടി എന്നൊരു വാക്കുകൂടി ഇപ്പൊ ചേർക്കണം. പക്ഷെ അതിന് കുഴപ്പമില്ല. കാരണം എന്താ പറയുക, കാലാകാലങ്ങളിൽ ഈ എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുസ്ലിം സമുദായം ഒരു സംഘടിത വോട്ട് ബാങ്കായി നിൽക്കുന്നതുകൊണ്ട് ഇടതിനും വലതിനും മുസ്ലിം സമുദായത്തെയും ആത്മീയ നേതാക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ പറയാൻ ഭയങ്കര പേടിയാണ്. ഞാൻ തന്നെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആർക്കെങ്കിലും എതിരെ ഇട്ട് കഴിഞ്ഞാൽ എവിടുന്ന് മുസ്ലിംസ് വരുന്നതെന്ന് അറിയില്ല, തെരഞ്ഞു പിടിച്ച് മുസ്ലിംസ് വന്ന് നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിക്കും, ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്ന കാര്യം, ഞാൻ അങ്ങോട്ട് എങ്ങും പോകുന്നില്ല, പക്ഷെ തെരഞ്ഞു പിടിച്ച് വരും എന്നുള്ളതാണ്. നമുക്ക് ഇത് നമ്മുടെ വളരെ തിരക്കിട്ടൊരു സംഭവമായിരുന്നു. സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവനിൽ വെച്ചാണ് നടക്കുന്നത്, ലോക് ഭവനിൽ. അപ്പോൾ മുൻപൊക്കെ ഞങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ബാഹുല്യം കാരണം, പ്രവർത്തകരുടെ തിരക്ക് കാരണം ഒക്കെ, അല്ലെങ്കിൽ പുറത്ത് ലോക് ഭവന്റെ വെളിയിലത്തെ ആ ഗ്രൗണ്ടിലായിരുന്നു ചെറിയൊരു
പിന്നീട് അങ്ങോട്ട് അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ നടന്നപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അവിടെയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് അന്ന് സത്യപ്രതിജ്ഞ മന്ത്രിമാരെല്ലാം ഗവർണറുടെ അതിഥികളാണ്. ശരിക്കും ലോക് ഭവനിൽ വന്ന് അവര് സത്യപ്രതിജ്ഞ ചെയ്ത് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ അങ്ങനെയായിരുന്നു. പങ്കെടുത്തിട്ടാണ് അന്നൊക്കെ ഇവര് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ആദ്യമായിട്ട് തങ്ങളുടെ മന്ത്രി ഓഫീസുകളിലേക്ക് പോകുന്നത്. ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇവരെല്ലാം ഇത് കഴിഞ്ഞ ഉടനെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ലോക് ഭവനിലേക്ക് പോയി. ഗവർണറുടെ അത് ചടങ്ങാണ്, പ്രോട്ടോക്കോളാണ്. അവിടെ ചെന്ന് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ചെന്ന് ഗവർണറുമായി ചർച്ച ചെയ്യുകയും ചായ സൽക്കാരം മാധ്യമപ്രവർത്തകർക്കൊന്നും ഇല്ല, പ്രവേശനമില്ല. കാരണം ഇവർക്കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടില്ല. ഗവർണർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോക്കും. നമ്മുടെ മുൻ ഗവർണർ ആയിരുന്നെങ്കിൽ, ഇതിനു മുമ്പുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ഈ പാണക്കാട് തങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇല്ല, അടിച്ചേ. കാരണം അത് പാണക്കാട് തങ്ങൾക്ക് തങ്ങളടിക്കാനുള്ള സ്ഥലമല്ല, അല്ലല്ല. ആരായാലും അവിടെ ചെല്ലേണ്ട കാര്യമില്ല. അതെ, ഇനി അവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നാലും അവിടെ BJPയുടെ രാജ്യത്തിന് പോകാനുള്ള അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവർണറുടെ ഇൻവിറ്റേഷൻ ആണ്. എന്താണ്, നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയതുകൊണ്ടും അദ്ദേഹം ഒരു അടി വേണ്ട, എനിക്ക് ഇവരുമായിട്ടൊരു തൽക്കാലം ഒരു അടി വേണ്ട എന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ ചരിത്രം അറിയാവുന്നത് കൊണ്ടും, വേറൊന്ന് എനിക്കിനി കൂടുതൽ സായുധ സേനയുടെ സുരക്ഷ ഏർപ്പെടുത്താൻ വയ്യേ ഭാവത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടും ജീവനിപ്പടിയുണ്ടല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാത്തത്. നമ്മൾ ചെന്ന് കയറിയ ഒരു അതിഥിയെ നാണം കെടുത്തണ്ട എന്നുള്ളതിലായിരിക്കും അദ്ദേഹം പറയാ. ശരിയാണ്, അദ്ദേഹത്തിന്റെ വസതിയാണ്, ഔദ്യോഗിക വസതി. നമ്മളെ ഇടയ്ക്കൊന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷെ നമുക്കത് നമ്മളെ വെരിഫൈ ചെയ്ത് നമ്മൾ ആരാണെന്ന്, അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിനെ അറിയിച്ച് ഞാൻ ഇന്നാളിനെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അവസരം നൽകിയ തങ്ങളോടുള്ള ഒരുപക്ഷെ ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണയാവാൻ ഗവർണറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ VD സതീശൻ വളരെ തന്നോളം പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ് ഇതെന്ന സന്ദേശം. ഇത് ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ഇദ്ദേഹമാണ് പ്രധാന നമ്പർ 1. കുഞ്ഞാലിക്കുട്ടി പറയിൽ നിൽപ്പുണ്ട്, ഇതേ നമ്പർ 2 തങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് ഗവർണർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾ പറയുന്ന, അതായത് സതീശൻ സർക്കാർ പറയുന്ന അതേ പ്രാധാന്യത്തോടെ ചില വാക്കുകൾ പാണക്കാട്ടെ തങ്ങൾ കുടുംബത്തിൽ നിന്നും ഉയരും. അതും ഈ ഗവർണർ കേൾക്കാൻ ബാധ്യസ്ഥനാകും. പിന്നെ നിയമസഭയിലും ലീഗ് MLA-മാരുടെ ശബ്ദം ഉയരും. കോൺഗ്രസിന്റെ MLA-മാർ ശബ്ദം ഉയർത്തിയില്ലെങ്കിലും ലീഗ് അവരുടെ നിലപാട് പറയും. അത് ചിലപ്പോൾ ഹിന്ദുത്വ വിരുദ്ധമാകാം, അതങ്ങനെ ആകൂ. ഇതാണ് ഞങ്ങൾ UDF, ഇതാണ് ടീം UDF. അതിന്റെ തലപ്പത്തിരിക്കുന്നത് ഞങ്ങളുടെ കാരണഭൂതം, ഞങ്ങളുടെ കാരണവർ, ഞങ്ങളുടെ ആത്മീയ ഗുരു, ആത്മീയ നേതാവ് പാണക്കാട് തങ്ങൾ തന്നെയാണ്. തങ്ങളെ മറന്നൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഖാർഗെ ആരാകണം മുഖ്യമന്ത്രി എന്ന് വിളിച്ചു ചോദിച്ചത് സോണിയാഗാന്ധി അല്ല, പ്രിയങ്കയല്ല, ഖാർഗെ നേരിട്ട് പാണക്കാട് വിളിച്ചത്. എന്നിട്ട് അപ്പോൾ തങ്ങളോടൊരു പട്ടിക പറഞ്ഞു. തങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഖാർഗെ ചോദിച്ചത്. യെസ്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങൾ ഫോണിൽ തിരിച്ച് മറുപടി നൽകിയതിനു ശേഷമാണ് VD സതീശന്റെ മുഖ്യമന്ത്രിയാക്കാൻ. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യം കൊണ്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഷാനിമോളൊക്കെ ഇപ്പോ മുസ്ലിം ലീഗിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചമായിരുന്നു ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് നിന്നുകൊണ്ട് ജാതി സമവാക്യങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ 5 പേരെ മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കേണ്ടതുണ്ട് ഷാനിമോൾക്ക്. പക്ഷേ ഇപ്പോഴാണ് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗ്, ഒരു വനിതയെ മത്സരിപ്പിക്കുന്നത് ഇപ്പോഴല്ലേ? അതെ ഫാത്തിമ അതെ മുസ്ലിം അതെ ഇപ്പോഴാണ് മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അന്ന് മുസ്ലിംസ് ഒക്കെ ഷാനിമോളൊന്നും ചിത്രത്തിലേ ഉണ്ടാവും. അതങ്ങ് വളർന്ന് മുരടിച്ച് താഴെ പോയത്. അവിടെ നിൽക്കാമെന്നല്ലാതെ അങ്ങനെ ഇവരൊക്കെ ആയതുകൊണ്ടാണ് ലീഗിന്റെ അവർക്ക് ലീഗിന്റെ ഒരു മാറ്റം വന്നു കാണണം. എന്തായാലും വനിതാ സംവരണ ബില്ലൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും 33% കൊടുക്കണ്ടേ? അപ്പൊ വനിതാ സംവരണ ബില്ലിനെ അംഗീകരിക്കുമ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. അംഗീകരിക്കാതെ മാർഗമില്ല. ഏകീകൃത സിവിൽ കോഡിനെ കൂടി അംഗീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മള് കേരളം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും വിപത്തും ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് എങ്ങനെ നടപ്പാക്കും? BD സർക്കാർ ഇവിടെ നടപ്പാക്കുമോ? നടപ്പാക്കിയേ പറ്റൂ. അതിനവരെന്ത് നടപ്പാക്കാൻ ഒരു മാർഗവും എന്ത് മറുപടി അവർ പറയും?
ഇപ്പൊ തന്നെ പല നിയമങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ പട്ടികജാതിക്കാർ മതം മാറിക്കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടില്ല. അത് കോടതിയാണ്, സുപ്രീം കോടതിയുടെ നിയമമാണ്. അപ്പൊ അതൊക്കെ ഇനിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും വരും ദിവസങ്ങൾ എന്നുള്ളതാണ്. അതിന് മുൻകാല പ്രാബല്യം കൂടി വന്നാൽ ആനുകൂല്യങ്ങൾ വാങ്ങാം. ഈ 2027 സെൻസസ് ഉണ്ട്. അതിനുശേഷം ജൂലൈയിൽ സെൻസസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കൃത്യമായിട്ട് ഇത് മറ്റേ നമ്മുടെ ക്രിപ്റ്റോ ആരെങ്കിലും പരാതി കൊടുത്താൽ ജോലി അടക്കം പോകാനുള്ള സാധ്യതയുള്ള ക്രിസ്ത്യൻ, അതായത് ഹിന്ദുവായിട്ട് ആനുകൂല്യങ്ങൾ പറ്റുകയും ക്രിസ്ത്യനായിട്ട് മതപരമായിട്ട് പള്ളിയിൽ പോവുകയും ഞായറാഴ്ച കുർബാന എടുക്കുകയും ചെയ്യുന്ന ആളാണോ, അങ്ങനെയെങ്കിൽ അത് മതം മാറിയാലാണ് ഒരു ആനുകൂല്യത്തിനും അർഹതയില്ല എന്ന് കൃത്യമായിട്ട് പറയും. ഇവിടെ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പാണക്കാട് തങ്ങളെ കൊണ്ടുവന്ന് ലോക്ഭവനിൽ ചെന്ന് നമ്മുടെ ഗവർണറുടെ മുന്നിൽ കൊണ്ടിരുത്തി പരിചയപ്പെടുത്തി കൊടുത്ത് ഇതാണ് കിങ് മേക്കർ, അതായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. ഞങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കിയത് പാണക്കാട് തങ്ങളാണെന്ന് സന്ദേശം കൃത്യമായി കൊടുക്കുക. രക്ഷാധികാരി ടീം യൂണിറ്റിന്റെ മുഖ്യ രക്ഷാധികാരിയും ട്രഷററും അച്ചടക്ക കമ്മിറ്റി ചെയർമാനും ഒക്കെ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൂടി കേരള രാഷ്ട്രീയത്തിൽ ഇനിയും വോയിസ് ഉണ്ടാകും. കാരണം ഗവർണർ RSS കാരാണല്ലോ, അവരെ കണ്ടിൽ അങ്ങനെയാണ്. ഗവർണർ ആണെങ്കിലും അദ്ദേഹം അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ ടീം UDF ആണെങ്കിലും ഈ മുസ്ലിം ലീഗിന്റെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടാകാം എന്നൊരു വ്യക്തമായൊരു സന്ദേശമാണ് ഈ ഒരു പാണക്കടടിയിലൂടെ തങ്ങളടിയിലൂടെ. അതുകൊണ്ട് കുമ്മനടി എന്ന വാക്ക് മാധ്യമങ്ങൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല. കാണുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ കുമ്മനടി വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആവശ്യമില്ല, സോഷ്യൽ മീഡിയ മാത്രം മതി. വന്ദേ മാതരം പാടുന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കണം എന്നൊക്കെ പറയുന്നത് അത് വളരെ ഗൗരവമായി നോക്കേണ്ട കാര്യമാണെന്നൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ലൈസൻസ് പാടണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ, അത് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടെങ്കിൽ അതും നമ്മൾ അനുസരിക്കാൻ ബാധ്യതയാണ്. പക്ഷെ ഇവിടെ ക്കുള്ള അതേ നിയമപരീക്ഷ ദേശീയ ഗീതത്തിനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ദേശീയ മാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും കേരള മാധ്യമങ്ങളും അതെ ദേശീയ മാധ്യമങ്ങൾ അത്രയും പറയുന്നില്ല, കേരള മാധ്യമങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇരട്ടത്തപ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ, കാരണം നിങ്ങളുടെ ചാനൽ ചർച്ചകൾ മാത്രം ജനം കാണുന്നുള്ളൂ എന്ന് ഓർക്കണം. ആ ചർച്ചകൾ കാണുന്നത് ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റുകളുടെ സംസാരം കേൾക്കാനാണ്. നിങ്ങൾ ദയവ് നിങ്ങളുടെ ആങ്കർമാരുടെ ഷോ കാണാനല്ല, നിങ്ങളുടെ പട്ടി ഷോ കാണാനല്ല. ആ പാനലിസ്റ്റുകൾ എന്തൊക്കെ പറയുന്നു, കാരണം ജനത്തിന് കുറെ ഇൻഫർമേഷൻ വേണം. അപ്പോൾ ഒരു 3-4 പേർ ഒരു പാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ അവരെന്തൊക്കെ പറയുന്നു, പിറ്റേ ദിവസം രാവിലെ പത്രം വായിക്കുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവാണ്. എനിക്ക് വെപ്രാളം വരുന്നത് വെച്ചാൽ ഈ എതിരഭിപ്രായം പറയുമ്പോ ഈ ജേർണലിസ്റ്റുകൾക്ക് ഒരു വെപ്രാളം വരുന്നുണ്ട്. ആരെങ്കിലും അത് മനസ്സിലാക്കി പോയത് എന്താണ് കുഴപ്പം? ഞാൻ പറയുന്നതിനെതിരായിട്ട് അയാൾ പറയുന്നു. അങ്ങനെയല്ലല്ലോ. അത് മാത്രമല്ല, തന്റെ രാഷ്ട്രീയത്തിനെതിരായി ആരെങ്കിലും പറഞ്ഞ അപ്പ ചാടി ഇറങ്ങി. ഞാനല്ലല്ലോ, ഞാൻ ജനത്തിന് വേണ്ടി, ജനത്തിന്റെ ഒരു സംശയമാണ് ഒരു ജേർണലിസ്റ്റ് അങ്ങോട്ട് ചോദിക്കുന്നത്. അല്ലാതെ എപ്പോഴും ഒരു ജേർണലിസ്റ്റിന്റെ ഒബ്ജക്റ്റീവായ ചിന്താഗതികളല്ല, ആ സംശയമാണ് ചോദിക്കുന്നത്. ജനത്തിന് അറിയേണ്ട ഒരു കാര്യം ചോദിക്കുന്നു, അവർക്ക് പറയാം. അവര് പറയുന്നത് ആരുടെ, ഈ അരുൺകുമാറിനോടോ ഒന്നുമല്ല, അവര് പറയുന്നതും പ്രേക്ഷകരോടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തങ്ങളടിയൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. കാരണം കുമ്മനടി ചർച്ച ചെയ്ത അതേ പ്രാധാന്യത്തോടെ ഈ തങ്ങളടി കൂടി നിങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.